ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറെ കാലമായില്ലേ കണ്ടിട്ട്. ഞാൻ ഓൾമോസ്റ്റ് 6 മന്ത്സോളമായി ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നിട്ട്. എന്തോ എനിക്ക് കുറച്ച് പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ ഒന്ന് വിട്ടുമാറി നിന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞാൻ തിരിച്ചു വരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ റീസെന്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ലാസ്റ്റ് ഒക്ടോബറിൽ, കഴിഞ്ഞ 2024 ഒക്ടോബറിൽ ഒരു അനാഥ മന്ദിരത്തിൽ ഉണ്ടായിരുന്ന ഒരു ഓർഫൻ ആയിട്ടുള്ള ഒരു കുട്ടീനെ ആ അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരിയായിട്ടുള്ള ഉദയ ഗിരിജ എന്ന് പറഞ്ഞൊരു സ്ത്രീ, ആ സ്ത്രീന്റെ സ്വന്തം മകനെ വിവാഹം ചെയ്തു കൊടുത്തൊരു വാർത്ത നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിന്നൊരു ന്യൂസ് തന്നെയായിരുന്നു അത്. അന്ന് ആ ന്യൂസിനെ അമ്മ മനസ്സ്, തങ്കം മനസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പൊക്കി പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പേഴ്സണലി അന്ന് കണ്ട സമയത്ത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത്. കാരണം അനാഥയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞത് നിസ്സാര കാര്യമൊന്നുമല്ല. അത്യാവശ്യം നല്ല രീതിയിൽ പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു തീരുമാനം അമ്മ മനസ്സ് തങ്ക മനസ്സായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. സ്വന്തം മകനൊരു അബദ്ധം പറ്റി, അങ്ങനെ ഒരു അബദ്ധം നാട്ടുകാരും ചുമതലപ്പെട്ട അധികാരികളും അറിയാതിരിക്കാൻ വേണ്ടി സ്വന്തം മകന്റെ ജീവിതം സാക്രിഫൈസ് ചെയ്യേണ്ടി വന്ന ഒരു അമ്മയെ പോലെയാണ് എനിക്ക് ഇന്ന് നോക്കുന്ന സമയത്ത് ആ ന്യൂസ് തോന്നുന്നത്. അങ്ങനെ തോന്നാൻ വേണ്ടി കുറച്ച് റീസൺസും ഉണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന് ആദ്യം ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു. കാരണം ഓൾറെഡി എന്ത് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും എല്ലാ ആൾക്കാരും പറയാൻ നെഗറ്റീവ് ആണെന്നുള്ള രീതിയിലാണ് പറയണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ഒരുപാട് ചിന്തിച്ചു, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണോ. പക്ഷെ എനിക്ക് മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല. നിങ്ങളോട് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ, കഴിഞ്ഞ ഒക്ടോബർ 24 2024 ഒക്ടോബർ 24 ഈ അനാമിക വിഷ്ണു എന്ന് പറഞ്ഞ ദമ്പതികളുടെ വിവാഹം. ഒക്ടോബർ ലാസ്റ്റിലായിരുന്നു വിവാഹം. ഇപ്പൊ അവര് ജൂൺ ഫസ്റ്റ് അല്ലെങ്കിൽ 2 ആ കുട്ടീന്റെ ഡെലിവറി കഴിഞ്ഞത്. സിസേറിയൻ ആയിരുന്നു എന്ന് പറയുന്നു. ഒരുപാട് ആൾക്കാർ താഴെ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാനും നിങ്ങളോട് കൺഗ്രാറ്റ്സ് പറയാണ്. നിങ്ങൾക്ക് ഒരു പെൺകുട്ടി ഉണ്ടായി. കൺഗ്രാറ്റുലേഷൻസ് ബോത്ത് ഓഫ് യു. അപ്പൊ ഇനി പെട്ടെന്ന് ചിന്തിക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടായി, നോർമലി യൂഷ്വലി എല്ലാവരുടെയും ഇടയിൽ സംഭവിക്കുന്ന കാര്യമാണ് അല്ലെ. പക്ഷെ ഇവരുടെ കേസിൽ കല്യാണം കഴിഞ്ഞിട്ട് 9 മാസം 8 മാസം പോലും കംപ്ലീറ്റ് ആയിട്ടില്ല. ഒക്ടോബർ 24 തൊട്ട് കൂട്ടിക്കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് തന്നെ പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ലാസ്റ്റ് മെയ് 24 ആകുമ്പോഴേക്കും മാത്രമാണ്, കല്യാണത്തിന്റെ അന്ന് പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും മെയ് 24 ആകുമ്പോഴത്തേക്ക് മാത്രമാണ് 7 മാസം കംപ്ലീറ്റ് ആവുന്നത്. കുട്ടീന്റെ ഡെലിവറി എന്നാണ് ഞാൻ പറഞ്ഞത്, ജൂൺ 2. അതായത് 7 മാസം കഴിഞ്ഞ് 10 ദിവസം പോലും തികഞ്ഞിട്ടില്ല. 7 മാസം 10 ദിവസം കൂട്ടിക്കോളൂ. 7 മാസവും 10 ദിവസം മാത്രമാണ് അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും കുട്ടീന്റെ ജസ്റ്റേഷണൽ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ അവര് പറഞ്ഞു 7ാം മാസത്തിലാണ് കുട്ടി ഡെലിവറി ആയത്. ഓക്കെ, 7 മാസം എന്നാണ് ഇവരുടെ വീഡിയോസിലൊക്കെ ഇവർ പറയുന്നത്. ഇവര് കല്യാണത്തിന് ശേഷം ഒരു ഫാമിലി വ്ലോഗ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി. അങ്ങനെ 7ാം മാസത്തിലാണ്, മാസം തികയാതെയാണ് അനാമിക പ്രസവിച്ചത്, സിസേറിയൻ ആയിരുന്നു എന്നൊക്കെയാണ് അനാമിക വിഷ്ണു ദമ്പതികൾ വീഡിയോയിലൂടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വേറെ വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മായിയമ്മ കുട്ടീന്റെ അടുത്ത് ഒരുപാട് അധികാരം കാണിക്കുന്നു, അനാമികനെ കെയർ ചെയ്യുന്നില്ല, മകന്റെ കുട്ടി വന്ന സമയത്ത് അനാമികനെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ്സ് ആ വീഡിയോയ്ക്ക് താഴെ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനെപ്പറ്റി ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരുടെ മകന്റെ കുട്ടിയാണ്, അവർക്ക് ആ കുട്ടീന്റെ അടുത്ത് അധികാരം കാണിക്കാം. പിന്നെ അനാമികനെ കെയർ ചെയ്യണോ കെയർ ചെയ്യണ്ടേ എന്നൊക്കെ ഉള്ളത് ആ അമ്മേന്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അതിലൊന്നും ഞാൻ ഒരു അഭിപ്രായം ഞാൻ പറയുന്നില്ല. അമ്മായിയമ്മ കുട്ടീന്റെ അടുത്ത് അധികാരം കാണിക്കോ കാണിക്കാതിരിക്കോ, സ്നേഹിക്കാതിരിക്കോ, എന്ത് വേണം ചെയ്തോട്ടെ, നോ ഇഷ്യൂ ഫോർ ദാറ്റ്. പക്ഷെ എന്റെ ഡൗട്ട്സ് ഇതൊക്കെയാണ്. കല്യാണം കഴിഞ്ഞ് 7.5 മാസം ആകുമ്പോഴത്തേക്കും കുട്ടി വന്നപ്പോ ഇവരെന്താ പറഞ്ഞത്, 7ാം മാസത്തിൽ മാസം തികയാതെയുള്ള ഡെലിവറി ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, മാസം തികയാതെയുള്ള ഡെലിവറി ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു ഹോസ്പിറ്റൽസിലും 99.9% ഹോസ്പിറ്റൽസിലും ഡെലിവറി കഴിഞ്ഞ് 4ാം ദിവസം ഡിസ്ചാർജ് ചെയ്യില്ല, പ്രത്യേകിച്ച് മാസം തികയാതെ പ്രസവിച്ചൊരു കുട്ടിയാകുന്ന സമയത്ത്. ഇനി ഇതിൽ തന്നെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതായത് കുട്ടിക്ക് ആവശ്യത്തിൽ കൂടുതൽ വെയിറ്റ് ഉണ്ട്, കുട്ടിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല, കുട്ടി ഹെൽത്ത് വൈസ് വളരെ 100% പെർഫെക്റ്റ് ആണ്, നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ബ്രീത്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി ഓക്കെ ആണെങ്കിൽ ചിലപ്പോ, അതും ഒരു 10% ചാൻസ് പോലും ഇല്ല, ഒരു 5% വരെയൊക്കെ
ഡോക്ടേഴ്സ് ചിലപ്പം ഡിസ്ചാർജ് ചെയ്തു എന്നിരിക്കാം. പിന്നെ ഈ കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ കുട്ടീന്റെ ഫോട്ടോസും കാര്യങ്ങളും ഞാനിവിടെ ഷെയർ ചെയ്യുന്നില്ല. താല്പര്യമുള്ളവർക്ക് അനാമിക വിഷ്ണു എന്ന് പറഞ്ഞ അവരുടെ യൂട്യൂബ് ചാനലുണ്ട്, അവിടെ പോയി നോക്കാവുന്നതാണ്. ഈ കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും മാസം തികയാതെ പ്രസവിച്ച ഒരു കുട്ടീന്റെ ഫീല് തോന്നില്ല. കംപ്ലീറ്റ്ലി 9 മാസവും ജസ്റ്റേഷണൽ ഏജ് പൂർത്തിയായ ഒരു ഫുൾ ടൈം ബേബി ആയിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത്. ഇത് കാണുന്ന മെഡിക്കൽ ഫീൽഡിലുള്ള കുറച്ച് ആൾക്കാരെങ്കിലും ജസ്റ്റ് ആ ഫോട്ടോ ഒന്ന് പോയി നോക്കുക. കുട്ടീന്റെ അവരുടെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ആ കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ മാസം തികയാതെ പ്രസവിച്ചൊരു കുട്ടിയുടെ ഫീൽ ആയിട്ട് തോന്നില്ല. പിന്നെ അടുത്തത്, ഈ 7ാം മാസത്തിൽ അല്ലെങ്കിൽ 7.5 മാസത്തിൽ ജനിച്ച കുട്ടിക്ക് നോർമലി 2.5 kg വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. 2.5 kg വെയിറ്റ് എങ്ങനെയാണ് എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഫസ്റ്റ് ഡെലിവറി വ്ലോഗിനകത്ത് സിസ്റ്റർ, അതായത് ഡെലിവറി കഴിഞ്ഞ് കുട്ടീനെ ഇവരുടെ കയ്യിൽ പാസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഗേൾ ബേബി ആണ്, 2.5 kg ആണ് വെയിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും ഉണ്ടാവത്തില്ല. ഇനി പോട്ടെ, അനാമിക നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച്, അമ്മായിയമ്മ നന്നായിട്ട് കെയർ ഒക്കെ ചെയ്ത് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ചിലപ്പം 7.5 മാസത്തിൽ തന്നെ അനാമികയുടെ വയറ്റിലുള്ള കുട്ടിക്ക് 2.5 kg വെയിറ്റ് ഉണ്ടായിരുന്നിരിക്കാം. ശരി, അതും ഓക്കെയാണ്, സമ്മതിക്കുന്നു. പിന്നെ ഇവര് വളകാപ്പ് എന്ന് പറഞ്ഞൊരു ചടങ്ങ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ചടങ്ങ് നടത്തിയത് 5ാം മാസത്തിലാണെന്ന് ഇവര് പറയുന്നു. ഇവര് പറഞ്ഞതിന്റെ കുറച്ച് സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കാണിക്കാം കേട്ടോ. അനാമിക റിപ്ലൈ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അനാമിക നാത്തൂനായിട്ടുള്ള വർഷ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എല്ലാം 5ാം മാസത്തിലാണ്. ഇവരുടെ പത്തനംതിട്ട അടൂർ സൈഡിലേക്ക് 5ാം മാസത്തിലും വളകാപ്പ് നടത്തും എന്നാണ് ഇവർ പറയുന്നത്. നോർമലി നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് 7ാം മാസത്തിൽ നടത്തുന്നു എന്നുള്ള രീതിയിലാണ് ഞാനൊക്കെ കേട്ടിട്ടുള്ളത് കേട്ടോ. ഇവിടെ കൂട്ടിക്കൊണ്ടുപോയി ചടങ്ങ് ആ ഒരു രീതിയിലുള്ളത്. ഓക്കെ, ഇനി ഇവരുടെ നാട്ടിൽ 5ാം മാസത്തിൽ നടത്തി എന്ന് തന്നെ വിചാരിക്കും. ഇവർ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ഓർ സെക്കൻഡ് വീക്ക്, എന്തായാലും ഒരു ഏപ്രിൽ 5 തൊട്ട് 15 വരെയുള്ള ഈ ഒരു ഡേറ്റിലാണ് ഇവർ 5ാം മാസത്തിൽ വളകാപ്പ് എന്ന് പറഞ്ഞ് നടത്തിയിട്ടുള്ളത്. ഇതൊക്കെയാണ് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ എല്ലാവർക്കും തോന്നിയ ഡൗട്ട്സ് എല്ലാവരും ഇവരുടെ വീഡിയോയ്ക്ക് താഴെ, ഡെലിവറി വ്ലോഗിന്റെ ഒക്കെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമന്റ്സ് ഒക്കെ ഇവർ കംപ്ലീറ്റ്ലി അപ്പ ഡിലീറ്റ് ചെയ്ത് കളയുവാണ്. കമന്റ് ഇടുന്നു, അപ്പൊ അവർ റിമൂവ് ചെയ്യുന്നു. ഒരുപാട് ആൾക്കാർ ഈ സംശയം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് കല്യാണം കഴിഞ്ഞ് 8 മാസം ആകുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഈ ജൂൺ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞിട്ട് 8 മാസം ആകുള്ളൂ. പക്ഷെ ജൂൺ 1 ആകുമ്പോഴത്തേക്ക് ബേബി വന്നു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതുപോലെ പെട്ടെന്ന് കുട്ടി ഉണ്ടായത്, ഇത് പ്രഗ്നൻസി ബിഫോർ മാരേജ് അല്ലേ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ കമന്റ്സ് ഇടുന്നുണ്ട്. പക്ഷെ ഇവര് കമന്റ്സിനൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ല. അവർ ആ കമന്റ് അപ്പൊ തന്നെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. എനിക്കും ഇതേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഒരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോ കണ്ടതും കൊണ്ടുകൂടിയാണ് കേട്ടോ ഇന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം. ഒരു CCTV ലൈവ് എന്നെങ്ങാനും പറഞ്ഞിട്ടുള്ള ഒരു മീഡിയ ചാനലിലാണ് ഇവർ ഇന്റർവ്യൂ കൊടുത്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവര് മീഡിയക്കാരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഞങ്ങളെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യുമോ എന്ന് റിക്വസ്റ്റ് ചെയ്ത് എടുത്തൊരു ഇന്റർവ്യൂ പോലെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഈ നെഗറ്റീവ് കമന്റ്സിനെ പറ്റിയാണ് കൂടുതലും ചോദിക്കാനുള്ളത്. അതിന് അവര് അവിടെയും തൊടൂല ഇവിടെയും തൊടൂല എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് മറുപടി പറയുന്നത്. എന്തായാലും ആ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ആ വീഡിയോന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു നോക്കാം. എന്നിട്ട് ഞാൻ അതിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. കുറച്ച് കമന്റ്സ് ഡിലീറ്റ് ചെയ്തെന്ന് കുറച്ച് കമന്റ് അത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതെല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുവാണ്. അപ്പൊ അമ്മ ഡിലീറ്റ് ചെയ്യരുതെന്ന് എന്തെങ്കിലും പറഞ്ഞാണോ? ഞാൻ പറഞ്ഞായിരുന്നു ഡിലീറ്റ് ചെയ്ത് അതിന് മറുപടി കൊടുക്കാൻ പറഞ്ഞു. അന്നേരം ഒരു മറുപടി കൊടുക്കുന്ന അവര് പറഞ്ഞു, അനാമിയ പറഞ്ഞത് അതെല്ലാവരും കാണത്തില്ലേ, നമ്മുടെ കുഞ്ഞിന് വിഷമമുണ്ട് അല്ലെങ്കിൽ എനിക്കിങ്ങനെ പ്രശ്നം ഉണ്ടായി അങ്ങനെ എല്ലാവരും അറിയിക്കണോ എന്നൊരു വാക്ക് ചോദിച്ചു. പക്ഷെ ഇത് പറയാമായിരുന്നു. കമന്റ്സ് കുഞ്ഞു കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞിന് അതൊരു മോശമാവില്ലേന്നോ? കുഞ്ഞ് കമന്റ്സ് വായിച്ച് മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയൊക്കെ എത്തിയോ? ആകെ 10 days ഒക്കെ ആവുന്നതേ ഉള്ളൂ. 8 മാസം കഴിഞ്ഞില്ലേ? 8 മാസം കഴിഞ്ഞു. ഇനി ഡേറ്റ് ഉണ്ടായിരുന്നു. ഇനി ഒരു മാസം ഒരു 10-25 ദിവസം ഉണ്ടായിരുന്നില്ലേ? 10-25 ദിവസവും കൂടെ. ഇവിടെയാണ് എനിക്ക് ഡൗട്ട് അടിച്ചത്. ഓൾറെഡി 8 മാസം കഴിഞ്ഞു. ഡ്യൂ ഡേറ്റിന്, അതായത് പ്രസവത്തിന്റെ ഡേറ്റിന് ഇനിയും 10-25 ദിവസം ഉണ്ടായിരുന്നു. അതായത് നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട് ഈ മാസം ജൂൺ അവസാനമായിരുന്നു അനാമികയുടെ ഡ്യൂ ഡേറ്റ് വരുന്നത്. അപ്പൊ കല്യാണം കഴിഞ്ഞ് ഒക്ടോബർ ലാസ്റ്റ് കല്യാണം കഴിഞ്ഞു. ജൂൺ ലാസ്റ്റ് അവസാനം ആകുമ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞിട്ട് 8 മാസം കംപ്ലീറ്റ് ആവുകയുള്ളൂ. നോർമലി ഉള്ള ഒരു പ്രസവം ജസ്റ്റേഷണൽ പീരീഡ് എന്ന് പറയുന്നത് 9 മാസവും 10 ദിവസമാണ്. 9 മാസം കൂട്ടിയാൽ മതി. 9 മാസമാണ് നോർമലി ഉള്ള ജസ്റ്റേഷണൽ പീരീഡ് എന്ന് പറയുന്നത്. പക്ഷെ അനാമികയുടെ കേസിൽ മാത്രം ഈ അമ്മയാണ് പറഞ്ഞത് കേട്ടോ. ഈ വീഡിയോ എല്ലാവരും ഒന്നും കൂടി വേണം റിപ്പീറ്റ് അടിച്ച് കണ്ടോ. ഓൾറെഡി 8 മാസം ആയിരുന്നു. ഇനി പ്രസവത്തിന് ഒരു 10-25 ദിവസം കൂടി ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കേൾക്കണേ. അനാമികയ്ക്ക് മാത്രം
എന്താണ് 8 മാസം മാത്രമേ ജസ്റ്റേഷണൽ പീരീഡ് ഉള്ളൂ. അതായത് കല്യാണം കഴിഞ്ഞ് ജൂൺ അവസാനം ആകുമ്പോഴത്തേക്കും, ജൂൺ 24 ആകുമ്പോഴത്തേക്കും മാത്രമാണ് കല്യാണം കഴിഞ്ഞിട്ട് 8 മാസം കംപ്ലീറ്റ് ആകുന്നത്. പക്ഷെ അനാമികയുടെ ഡ്യൂ ഡേറ്റ് ജൂൺ ലാസ്റ്റ് ആണ്. അമ്മയാണ് പറഞ്ഞേക്കുന്നത്. 5 months ചടങ്ങ് നടത്തിയാണല്ലോ. ആ ചെറുക്കൻ എന്തോ അബദ്ധം പറ്റിയതാണെന്ന് തോന്നുന്നു. 7 മാസം കഴിഞ്ഞേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇതിൽ പറയുന്നുണ്ട്, കല്യാണത്തിന് മുമ്പ് അമ്മ പറയുന്നുണ്ട് കൊച്ചിന് ഏജ് ആയില്ലായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിപ്പിച്ചെന്നൊക്കെ. അപ്പൊ അതിലെന്തെങ്കിലും എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ സ്ഥാപനത്തിൽ നിന്ന ഒരു കുട്ടിയാണ്. നമ്മളിപ്പോ വീട്ടിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവര് പറയുന്നതിൽ പിന്നെയും സത്യാവസ്ഥ ഉണ്ടെന്ന്. ഇതിപ്പോ സ്ഥാപനത്തിൽ നിൽക്കുന്നതാണ്. സ്ഥാപനത്തില് എന്തോ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിച്ച് പിന്നെ എനിക്ക് പോകാൻ വേറെ എങ്ങനെയോ ഇല്ലാത്തതുകൊണ്ട് അമ്മ തെരഞ്ഞെടുത്ത് അങ്ങനെ വിവാഹം നടത്തി തന്നതാണ്. അനാമിക പറയുന്നതിലൊക്കെ കാര്യമുണ്ട്. സ്ഥാപനത്തിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ്, വേറെ എങ്ങും പോകാൻ പറ്റത്തില്ല, നമ്മൾ പുറത്തൊന്നും പോകുന്നില്ല, പുറത്തു വല്ലതും പോകുന്നുണ്ടായിരുന്നെങ്കിൽ പിന്നെ അവര് പറയുന്നതിൽ കാര്യം ഉണ്ടായിരുന്നാണ് അനാമിക പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇനി വേറൊരു വീഡിയോ കാണിച്ചു തരാം. ഇവര് ഈ അമ്മായിയമ്മയ്ക്കെതിരെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഇവർ റിപ്ലൈ ചെയ്തുകൊണ്ട് ഒരു റിയാക്ഷൻ വീഡിയോ എന്ന പോലെ ഇവരുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് ക്ലിപ്പ് ബൈസ് കാണാം കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ഒരു വീട്ടിലോട്ട് താമസമായി. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹവും അമ്മയും എല്ലാവരും ഒന്നിച്ച് ഇന്ന് അതെല്ലാം റെഡിയാക്കി കുഞ്ഞുമാവ് വന്നപ്പോഴത്തേനും സ്വന്തമായിട്ട് ഞങ്ങൾക്കൊരു വീടായി. ഞങ്ങൾക്ക് വീട് ഞങ്ങളുടെ ട്രസ്റ്റിൽ തന്നെയാണ്, ആ അനാഥാലയത്തിൽ തന്നെയാണ് ഞാനും അമ്മയും അനിയനും താമസിക്കുന്നത്. കൊണ്ട് അമ്മ പെട്ടെന്ന് പണിയെല്ലാം ചെയ്ത് പ്രഗ്നന്റ് നടന്നപ്പോഴേ പെട്ടെന്ന് പണിയെല്ലാം ചെയ്ത്, കാരണം ഉണ്ണിയുടെ റൂം മേലിലാണ്. അതായത് ഇവർക്ക് മുന്നേ വീടുണ്ടായിരുന്നില്ല. ഈ സ്ഥാപനത്തിന്റെ ഉടമയായിട്ടുള്ള ഉദയഗിരിജ ചേച്ചിക്കും അവരുടെ 2 മക്കൾക്കും, അതായത് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും, അനാമികയുടെ ഭർത്താവായിട്ടുള്ള വിഷ്ണു, അതുപോലെ തന്നെ വിഷ്ണുവിന്റെ പെങ്ങളായിട്ടുള്ള വർഷ, ഇവർക്കൊന്നും മുന്നേ വീടുണ്ടായിരുന്നില്ല. വീട് പണി എങ്ങാനും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ ഈ സ്ഥാപനത്തിനോട് അടുപ്പിച്ചത്, സ്ഥാപനത്തിന്റെ സെയിം കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ ഇതൊക്കെ ഈസി അല്ലേ അനാമിക? പുറത്തു പോകേണ്ട ആവശ്യമില്ലല്ലോ, ഒരേ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. ഇവരൊക്കെ ഇവിടെ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പറയുന്നുണ്ടായിരുന്നു ഈ പയ്യൻ മുന്നേ ഗൾഫിലായിരുന്നു. പക്ഷെ ആ പയ്യൻ സെപ്റ്റംബറിൽ ഓഗസ്റ്റ് ലാസ്റ്റ് എങ്ങാനും നാട്ടിലെത്തി. പിന്നെ കല്യാണം നടക്കുന്നത് ഒക്ടോബർ 24-നാണ് കേട്ടോ. അപ്പോ വീടുണ്ടായിരുന്നില്ല, എല്ലാരും ഒരു കുടുംബം പോലെ ഒരേ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. നടത്തിപ്പുകാരുടെ മക്കളും ഓർഫനേജിലുള്ള അന്തേവാസികളും ഒക്കെ അനാമികയും എല്ലാരും ഒരേ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ആങ്കർ ഈ അമ്മായിയമ്മയോട് ഉദയഗിരിജ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്, നോർമലി പ്രീടേം ആയിട്ടുള്ള, അതായത് മാസം തികയാതെ പ്രസവിച്ച കുട്ടികളെയൊക്കെ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ NICയിലും കാര്യങ്ങളിലൊക്കെ വെക്കുമല്ലോ, പക്ഷെ നിങ്ങളുടെ കുട്ടീനെ മാത്രം എന്താണ് മാസം തികയാതെ പ്രസവിച്ചു എന്നായിട്ട് പോലും ഹോസ്പിറ്റലിൽ നിർത്താതെ NICയിലൊന്നും വെക്കാതെ 4ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്തത് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ഈ ആന്റി പറയുന്ന ഒരു മറുപടി ഉണ്ട് കേട്ടോ, കേൾക്കാവേ. എനിക്ക് പറയാനുള്ളത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടുണ്ട് നല്ല ചികിത്സ കിട്ടിയ പെട്ടെന്ന് നമ്മളിപ്പോ ഒരു അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോവാം. നമുക്ക് ചില ഹോസ്പിറ്റലിൽ പോകുമ്പോൾ 2 ദിവസം കൂടി പിടിച്ചു കിടക്കും. ചിലർ പെട്ടെന്ന് രോഗഭേദമായി വരും. അവർക്ക് എന്തോ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞതാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് അവർ ഡിസ്ചാർജ് ആക്കി എന്നിട്ട് വന്നിട്ട് 3 പ്രാവശ്യം കൂടി ഹോസ്പിറ്റലിൽ കുഞ്ഞിന് ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആദ്യം അമ്മ പറയുന്നു അത് ഹോസ്പിറ്റലിലല്ലേ ചോദിക്കേണ്ടത്, ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു വാങ്ങി ഡിസ്ചാർജ് ആയതല്ല, കുഞ്ഞിനെ അമ്മേനെ ഹോസ്പിറ്റലുകാർ തന്നെ ഡിസ്ചാർജ് ചെയ്തെന്നാണ് ഇതില് ഉദയാന്റി പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന് പുറകെ തന്നെ ഈ മകൻ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നുണ്ട്. മകൻ ഇതിൽ പറയുന്നത് നമുക്ക് കേൾക്കാം. ഹാർട്ടിനകത്ത് ഹോളാ എന്ന് വെച്ചാൽ ഹാർട്ടിനകത്തല്ല, ഹാർട്ടിന്റെ മതിൽ. അതായത് കുഞ്ഞിന് ഹേർട്ട് റിലേറ്റഡ് ആയിട്ട് ഹോൾ സംബന്ധമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നമുണ്ട്. 7ാം മാസത്തിൽ ഓൾറെഡി മാസം തികയാതെ പ്രസവിച്ചൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഈ മകൻ ഇടയ്ക്ക് കയറി പറയുന്നത് കേട്ടോ, അമ്മ പറഞ്ഞിട്ടില്ല, മകൻ ഇടയ്ക്ക് കയറി അറിയാതെ വായിന്ന് വീണയാണെന്നൊന്നും അറിയത്തില്ല. മകൻ പറയുന്നുണ്ട് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹാർട്ടിന് ഹോൾ ഉള്ള ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് ജനിക്കുന്ന ഒട്ടുമിക്ക കുട്ടികൾക്കും ഇപ്പൊ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഫുൾ ടേം ബേബി ആയിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് പോലും ഉണ്ടാവാറുണ്ട്. അപ്പൊ പ്രീ ടേമിന്റെ സീരിയസ്നെസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ടാണ് ഓൾറെഡി ഹേർട്ടിന് ഹോൾ ഉള്ള ഒരു കുട്ടീനെയാണ് 4ാം ദിവസം ഡിസ്ചാർജ് ചെയ്തേക്കുന്നത്. ഇവര് പറയുന്നത് ഇവരുടെ ഡെലിവറി നടന്നത് പത്തനംതിട്ട അടൂരുള്ള ഹോളി ക്രോസ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ് ഡെലിവറി നടന്നതെന്ന് പറയുന്നു. ഈ ഹോസ്പിറ്റലുകാർ ഇത്ര കെയർലെസ് ആയിട്ടാണോ ന്യൂബോൺ ബേബീസിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഹേർട്ടിന് ഹോൾ ഉള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ശാരീരികം ഓൾറെഡി പ്രീ ടൈം ആയിട്ട് മാസം തികയാതെ പ്രസവിച്ച കുട്ടികൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും, ഫീഡ് ചെയ്യുന്ന സമയത്ത് സക്കിങ്ങിന്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു
പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഈ മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകും. അതിന്റെ കൂടെ ഹാർട്ടിന് ഹോൾ സംബന്ധമായ പ്രശ്നവും കൂടിയുള്ള അനാമികന്റെ മോളെയാണ് ഈ ഹോസ്പിറ്റലുകാര് 4-ാം ദിവസം ഡിസ്ചാർജ് ചെയ്തേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര കെയർലെസ് ആയിട്ടാണ് ഹോസ്പിറ്റലുകാർ കുട്ടീനെ കൈകാര്യം ചെയ്തേക്കുന്നതെന്ന് അല്ലെ. എന്ത് ട്രീറ്റ്മെന്റ് ആണോ കൊടുക്കുന്നത്, കഷ്ടം തന്നെ. പിന്നെ 5-ാം മാസത്തിന്റെ വളകാപ്പിനെ പറ്റി ആങ്കർ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അമ്മ പറയുന്നുണ്ട് ആക്ച്വലി അത് അവർക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അതായത് 5 മാസം കഴിഞ്ഞായിരുന്നു ഓൾറെഡി. ഏപ്രിൽ 2nd വീക്ക് വളകാപ്പ് നടത്തിയ സമയത്ത് ഓൾറെഡി 5 മാസം കഴിഞ്ഞായിരുന്നു. പിന്നെ എന്തിനാണ് ഇവർ 5-ാം മാസത്തെ വളകാപ്പ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഈ അമ്മയൊക്കെ തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ കൂടിയിട്ടുള്ളത്. വളകാപ്പ് 5-ാം മാസത്തെ വളകാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തന്നെയാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഒരുപാട് ആൾക്കാർ അന്ന് കമന്റ് ഇട്ട് ചോദിക്കുന്നുണ്ട് 5-ാം മാസത്തിലല്ലല്ലോ 7-ാം മാസത്തിലല്ലേ വളകാപ്പ് നടത്തുക എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇല്ല 5-ാം മാസമാണ് എന്നൊക്കെ പറഞ്ഞ് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ സൈഡിൽ കാണിക്കാം. ഇവരുടെ നാത്തൂൻ തന്നെയാണ് കൊടുക്കുന്നത്. അനാമികയും കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അനാമിക ഈ ഒരു ഇന്റർവ്യൂവിൽ എടുത്ത് പറയുന്നുണ്ട്, ഞാൻ കാണിക്കുന്നില്ല, അതായത് ഇൻസ്റ്റയിൽ പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ 5-ാം മാസം അല്ല 6-ാം മാസം എങ്ങാനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി 6-ാം മാസം ആയിരുന്നു, ഏപ്രിൽ നിങ്ങൾ വളകാപ്പ് നടത്തുന്ന സമയത്ത് 5 മാസം ഫിനിഷായി, 6-ാം മാസം തുടങ്ങി എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും 7 മാസം കഴിഞ്ഞല്ലുള്ളൂ, 8 മാസം കംപ്ലീറ്റ് ആയിട്ടില്ല, 7-7.5 മാസം. ഈ ഒരു സമയത്താണ് നിങ്ങൾ ഡെലിവറി നടന്നേക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വീണെടുത്ത് കിടന്ന് ഉരുളുന്നത്? കാര്യങ്ങളൊക്കെ ബോധവും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. കല്യാണം കഴിഞ്ഞിട്ട് ഈ ജൂൺ ലാസ്റ്റ് വന്ന 8 മാസം ആവുകയുള്ളൂ. കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും ജൂലൈ അവസാനമാകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് 9 മാസം പൂർത്തിയാകുന്നത്. ജൂൺ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 8 മാസം മാത്രമേ പൂർത്തിയാവുകയുള്ളൂ. ഈ ഉദയാന്റി പറഞ്ഞത് 10-25 ദിവസം കൂടി ഉണ്ട് ഇനിയും യഥാർത്ഥ ഡ്യൂ ഡേറ്റിന്. എന്നാൽ പോലും ജൂൺ ലാസ്റ്റ് 8 മാസമല്ലേ കംപ്ലീറ്റ് ആവുള്ളൂ. ഏത് ഗൈനക്കോളജിസ്റ്റ് ആണ് നിങ്ങൾക്ക് 8-ാം മാസത്തിൽ ഡ്യൂ ഡേറ്റ് തരുന്നത്? നോർമലി ഒരു മനുഷ്യ കുഞ്ഞിന്റെ ജസ്റ്റേഷണൽ ഏജ് അല്ലെങ്കിൽ ഗർഭകാലം എന്ന് അറിയപ്പെടുന്നത് 9 മാസമാണ്, അല്ലാതെ 8 മാസമല്ല. 9 മാസം തന്നെയാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഇനിയും 10-25 ദിവസം ഉണ്ട് എന്ന ആ ഒരു കണക്ക് പ്രകാരം 8 മാസേ ആവുന്നുള്ളൂ. ശരിക്കും പ്രസവം നടന്നിരിക്കുന്നത് 7.5 മാസത്തിലാണ് നിങ്ങളുടെ കണക്ക് പ്രകാരം. തുറന്നു പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടി കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റ് ആയിരുന്നിരിക്കാം. മേ ബി ഈ വിഷ്ണുവിന് വല്ല അബദ്ധവും പറ്റി. കാണാൻ നല്ല സുന്ദരി കുട്ടിയാണ് അനാമിക, അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഇന്നത്തെ കാലത്ത് പെണ്ണ് കിട്ടാനുള്ള പാടൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. മേ ബി ഇവർ തമ്മിൽ വല്ല റിലേഷനും ഉണ്ടായിരുന്നിരിക്കാം, അബദ്ധത്തിൽ എങ്ങാനും പ്രഗ്നന്റ് ആയി പോയിരുന്നിരിക്കാം. പുള്ളിക്കാരൻ 2 മാസത്തെ വെക്കേഷൻ എങ്ങാനും എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിലോ ഓഗസ്റ്റ് ലാസ്റ്റ് എങ്ങാനും വന്നു എന്നാണ് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഏതോ ഇന്റർവ്യൂവിൽ വിഷ്ണു പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കാം. പെട്ടെന്ന് തന്നെ ഉടനടി കല്യാണം നടത്തി കാണാം. കാരണം ഇങ്ങനെ ഒരു പെൺകുട്ടീന്റെ ഈ ഒരു സിറ്റുവേഷൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാവും, കേസും കാര്യങ്ങളൊക്കെ ആകും. കാരണം 18 വയസ്സായിട്ടില്ല എന്ന് തോന്നുന്നു ആ സമയത്ത്. അങ്ങനെ എങ്ങാനാണ് ഇവർ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 18 വയസ്സാകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ മൈനർ ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. ആ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് തന്നെ പ്രശ്നം വരുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നിരിക്കാം. അതുകൊണ്ട് ഒരു രീതിയിൽ അവർ കല്യാണം നടത്തിയതായിരിക്കാം. പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്, ഞാൻ പറയാൻ വിട്ടൊരു പോയിന്റ് ആണ്. അതായത് നോർമലി ഉള്ള പ്രഗ്നന്റ് ആയി ആദ്യത്തെ 3-ാം മാസത്തിലാണ്, അതായത് 11-12 ആഴ്ചകളിലാണ്, 3-ാം മാസത്തിലാണ്, 3-ാം മാസത്തിന്റെ അവസാനങ്ങളിലേക്കാണ് ആദ്യത്തെ സ്കാനിങ് ഉണ്ടാവുക. മറ്റേ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമൊക്കെ ഇല്ലേ, നോർമലി അങ്ങനെയാണ് ഉണ്ടാകുക. അങ്ങനെ ഒരു പടം നമ്മുടെ അനാമികയ്ക്കും ഉണ്ട് കേട്ടോ. അതായത് സ്കാനിങ്ങിന്റെ ആ ഒരു 3D ഇമേജ് ഉണ്ടല്ലോ, 2D ഇമേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള, അത് അനാമിക ഷെയർ ചെയ്തേക്കുന്നത് ജാനുവരി 1 ആണ്. 2025 ജാനുവരി 1-2 ജനുവരി 1 ആണ് ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോ അന്ന് 3 മാസം തികഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമിക എപ്പോ പ്രഗ്നന്റ് ആയിരുന്നിരിക്കണം? സെപ്റ്റംബർ ലാസ്റ്റ് പ്രഗ്നന്റ് ആയിരുന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ജാനുവരിയിൽ അനാമികയ്ക്ക് അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സെപ്റ്റംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ 1st വീക്ക്, കല്യാണത്തിന് മുന്നേ തന്നെ. ഓക്കെ, അത് ഞാൻ ഇതിനിടയ്ക്ക് പറയാൻ വിട്ടൊരു പോയിന്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ കുഞ്ഞുവാവേണ്ട ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവർ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ മോളെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാളും പറയത്തില്ല മാസം തികയാതെ പ്രസവിച്ചൊരു കുട്ടിയാണെന്ന്. 9 മാസം പൂർത്തിയായി നോർമലി വന്നൊരു ബേബിനെ പോലെ തന്നെയാണ് കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ അത് മാത്രമല്ല, നോർമലി നമ്മൾ ജനിച്ച കുഞ്ഞുങ്ങളെന്നും ഒരുപാട് ആൾക്കാർ എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. കാരണം കുട്ടിയാണ്, പെട്ടെന്ന് ഭൂമിയിലേക്ക് വന്നേ ഉള്ളൂ, ഒരുപാട് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ എല്ലാവരും കൈമാറി എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമൊക്കെ ഉണ്ടാവുന്ന ഓൾറെഡി നമുക്കൊക്കെ ടെൻഷൻ ഉണ്ടാവും അല്ലേ. അപ്പൊ ഇങ്ങനെ മാസം തികയാതെ പ്രസവിച്ചൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ അത്രയും കെയർ ചെയ്യും. ഇനി ഹോസ്പിറ്റലിൽ നിന്ന് 4 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അത്രയും കെയർ ചെയ്ത് മാത്രമേ കുട്ടീനെ നമ്മൾ നോക്കുള്ളൂ അല്ലേ.
ജസ്റ്റ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ മാത്രം എടുത്ത് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ആ കുട്ടീനെ നമ്മൾ എടുക്കുകയോ ഉമ്മ വെക്കുകയോ ഒക്കെ ചെയ്യുള്ളൂ. പക്ഷെ ഇവരുടെ വ്ളോഗിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഡെലിവറി കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ആ റൂമിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഓൾറെഡി. ഇവരുടെ റിലേറ്റീവ്സും ഓർഫനേജിലുള്ള ആൾക്കാരും ഇവരുടെ ആരെങ്കിലൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഓൾറെഡി ഹോസ്പിറ്റൽ റൂമിലുണ്ടായിരുന്നു, ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവരുടെ റൂമിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നപ്പോഴാണെങ്കിലും ഒരുപാട് പേര് കാണുന്നു, എടുക്കുന്നു, ഉമ്മ വെക്കുന്നു. കുട്ടീനെ മാസം തികയാതെ പ്രസവിച്ച ഓൾറെഡി ഹേർട്ടിന് ഇഷ്യൂ ഉള്ള ഒരു കുട്ടിയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഭയങ്കര ഇറസ്പോൺസിബിൾ ആയിട്ട് കെയർ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. മാസം തികയാതെ പ്രസവിച്ചൊരു കുട്ടിയാണ്, അത്രയും സ്നേഹമാണ്, കുട്ടീനെ അത്രയും കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു മാതാപിതാക്കളും അല്ലെങ്കിൽ ഒരു അമ്മായിയമ്മയും അതിനെ അനുവദിക്കില്ല. അതൊക്കെ ഒരു ഡൗട്ടായിട്ട് നിലനിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഞാൻ എന്റെ സംശയങ്ങൾ പോലെയാട്ടോ ചോദിച്ചത്. നിങ്ങൾക്കും ഇതേ സംശയങ്ങൾ കുറെ പേർക്ക് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇതിനൊന്നും ഇവര് വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയും തരുന്നില്ല. പിന്നെ പല ആൾക്കാരും എന്റെ ഈ വീഡിയോ കാണുമ്പോൾ ചോദിക്കാൻ ഇടയുള്ള ഒരു ചോദ്യമാണ്, നിനക്കെന്താ, കുട്ടിക്ക് തന്ത ഉണ്ടല്ലോ, നിനക്കെന്താ ഇതിൽ കാര്യം, കുട്ടിക്ക് അച്ഛനുണ്ടല്ലോ, ഇനി അങ്ങനെ അബദ്ധം പറ്റിയതാണെങ്കിൽ തന്നെ നന്നായിട്ട് കുട്ടീനെ നോക്കുന്നില്ലേ, അവര് കല്യാണം കഴിച്ചില്ലേ, ഉപേക്ഷിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇത് ഇവര് പബ്ലിക്കിലിട്ടൊരു കാര്യമാണ്, അല്ലാതെ ഞാൻ ഇവരുടെ വീട്ടിൽ പോയിട്ട് തേടി തപ്പി കണ്ടുപിടിച്ച് വന്ന കാര്യമൊന്നുമല്ല. ഇവര് പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട കാര്യമാണ്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, എന്റെ സംശയങ്ങളാണ് ഞാൻ ചോദിച്ചത്. അനാമികയ്ക്കും വിഷ്ണുവിനും ഈ സംശയങ്ങൾക്കൊക്കെ വ്യക്തമായിട്ടുള്ള മറുപടി തരാൻ പറ്റുമെങ്കിൽ തരിക. കാരണം നിങ്ങളുടെ അനാഥാലയത്തിൽ ഇനിയും ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടല്ലേ. ഓൾറെഡി എല്ലാവർക്കും ഒരു സംശയമുണ്ട്, നിങ്ങൾക്ക് എന്തോ അബദ്ധം പറ്റിയാണെന്ന്. ഒരു 90% ഡൗട്ട്സ് ഉണ്ട് പല ആളുകൾക്കും. അപ്പൊ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി തരേണ്ടത് നിങ്ങളാണ്. കാരണം നിങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഫാമിലി വ്ലോഗ്സ് അല്ലെ. അപ്പൊ ഇനിയും നിങ്ങൾക്ക് മുന്നോട്ട് ഒരുപാട് പോകേണ്ടതാണ്. അപ്പൊ ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള മറുപടി അനാമിക വിഷ്ണുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അമ്മായിയമ്മ പോരും, അമ്മായിയമ്മേന്റെ സ്നേഹക്കുറവ്, അതിനെ പറ്റി ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഈ ഒരു ഡൗട്ട്സ് മാത്രം, ഇങ്ങനെയുള്ള കുറച്ച് ഡൗട്ട്സുകൾ ഉണ്ട്, ഇത് മാത്രം അനാമിക വിഷ്ണു ക്ലിയർ ചെയ്ത് തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഹോളി ക്രോസ് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ഞാൻ അന്വേഷിച്ചിട്ടൊന്നുമില്ല. വേണമെങ്കിൽ അങ്ങനെ അന്വേഷിച്ചിട്ട് അവരുടെ വോയിസും കാര്യങ്ങളൊക്കെ വെച്ച് വേണമെങ്കിൽ വീഡിയോ ചെയ്യാമായിരുന്നു. പക്ഷെ അതിനൊന്നും ഞാൻ ഇപ്പം മുതിർന്നിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അബദ്ധം പറ്റിയതാണെങ്കിൽ തന്നെ അവർ നന്നായിട്ട് നോക്കുന്നില്ലേ, കല്യാണം കഴിഞ്ഞില്ലേ, കുട്ടീനെ നന്നായിട്ട് നോക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നവരോട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളാം. ഇവർ നടത്തുന്ന ഒരു ഓർഫനേജിൽ ഒരുപാട് പെൺകുട്ടികൾ ഇനിയുണ്ട്. പ്രായപൂർത്തിയായതും പ്രായപൂർത്തിയാകാനിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പൊ അനാമികയ്ക്ക് അങ്ങനെ ഒരു സേഫ്റ്റി കുറവ് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി ഭാവിയിൽ ഇപ്പൊ അവിടെ നിലവിലുള്ള പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരു സേഫ്റ്റി കുറവ് ഉണ്ടായിക്കൂടെ? അപ്പൊ അത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്റെ ഈ കുറച്ച് സംശയങ്ങൾക്ക് അനാമിക വിഷ്ണു റിപ്ലൈ തരുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എല്ലാം നിങ്ങൾ കമന്റ് ആയിട്ട് എഴുതിയിട്ടോളുക. പിന്നെ ഞാൻ കുറച്ച് കാലമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അപ്പൊ ഇത് എത്ര ആളുകളിലേക്ക് എത്തുമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഒരു വീഡിയോ അനാമിക വിഷ്ണു കാണണം, അവരിലേക്കും കൂടി എത്തണം എന്നുള്ളതാണെങ്കിൽ ദയവായിട്ട് നിങ്ങളൊന്ന് ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പൊ അത്രയ്ക്ക് തന്നെ പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.